ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ. പക്ഷെ ഇന്ന് രാവിലെ ആയിരുന്നു പീരിയഡ്സ് ആയത്. എന്നാൽ പിന്നെ ഇതൊരു പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം മുടിയൊക്കെ നല്ല വൃത്തിയിൽ കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചായ അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിപ്പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സാധാ ചായ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ കാപ്പിയാണ് ഇഷ്ടം, ചായ തീരെ ഇഷ്ടമില്ല. പിന്നെ ചെറിയൊരു വയറുവേദനയുടെ എന്തോ ഒരു ലക്ഷണങ്ങൾ കാണുന്നതുകൊണ്ട് പിന്നെ അതെങ്കിൽ അതെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കുടിച്ചാണ്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. കോട്ടുവായ ഇടുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രാവിലെ 8 മണിക്ക് എണീറ്റ് 7:30 എണീറ്റിരിക്കുകയാണ്. അല്ല ഗൈസ്, ഇന്ന് 10 നിന്ന് നേരത്തെ ഇട്ട് 11 മണിക്ക് എണീറ്റു. അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കോട്ടെ. ഞാൻ എൻ്റെ റിയാലിറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചായ കുടിച്ചു. ഫുള്ള് കുടിക്കുമ്പോഴേക്കും എനിക്ക് എക്സ്പ്രഷനൊക്കെ ഇടയ്ക്ക് മാറുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതാണെങ്കിൽ കുറച്ചധികം ചൂടാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഒരു പച്ചവെള്ളം കുടിക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു ചെറുതായിട്ട്. അപ്പം എന്തായാലും ചായ കൂടി കഴിഞ്ഞ് അതൊക്കെ തിരിച്ചു കൊണ്ടേക്കാം. അതിൻ്റെ ഇടയിൽ നഴ്സ് നീലൊക്കെ എന്തിനോ വരുന്നുണ്ടായിരുന്നു. എന്തിനാന്ന് ഞാൻ മറന്നു. പിന്നെ ഞാനാണെങ്കിൽ വിഷുവിന് വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് കുഞ്ഞിതായിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത്തെ ഒരു പൂവ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു, ഒരു മാല പോലത്തെ. ഇതിപ്പോൾ വാങ്ങിയൊന്നല്ല കേട്ടോ, ഇത് 2 വർഷം മുമ്പ് എന്തോ വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ട് ആ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ കുറച്ചൊരു ലൈറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ ഈ സമയത്താണെങ്കിൽ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 9th നിന്ന് 10th ആവണം. എൻ്റെ 10th ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ആശ്വാസമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിൻ്റെ തലേദിവസം വൈകുന്നേരം എന്തായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്, മേക്കപ്പ് പോലെ വെറുതെ പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട്. ഇത് 3 നമുക്ക് ഗിവ് അവേ അയക്കാനുള്ളതാണ്. പിന്നെ ഇതിൽ ഇനിയിപ്പോൾ അഡ്രസ്സും കൂടെ എഴുതാണ്ട് കേട്ടോ, ഒന്നും അയച്ചിട്ടില്ല ഞാൻ. ഹായ് ഗൈസ്, നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഞാൻ ഈ എടുക്കുന്ന ടോട്ടൽ വീഡിയോന് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. അതാണെങ്കിൽ എല്ലാവർക്കും എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സംഭവം വന്നിട്ട് എവർടീനിന്റെ റിയൂസിബിൾ മെൻസ്ട്രൽ കപ്പാണ് കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചത്. ഇത് അപ് ടു 10 ഇയേഴ്സോളം നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെൻസ്ട്രൽ കപ്പാണ്. എൻ്റെ കയ്യിലുള്ള സൈസ് എന്ന് വെച്ചാൽ മീഡിയം ആണ്. ഇതിന് 3 സൈസ് അവൈലബിൾ ആണ്: സ്മോൾ, മീഡിയം ആൻഡ് ലാർജ്. ടീനേജേഴ്സിന്റെ സൈസ് വന്നിട്ട് സ്മോൾ ആണ് യൂഷ്വലി ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇത് അപ് ടു 12 അവേഴ്സോളം സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർക്ക് പോലും വിശ്വസിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. മാത്രമല്ല അപ് ടു 10 ഇയേഴ്സോളം നമുക്കിത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ അത്രയും സാനിറ്ററി നാപ്കിൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഈ ഒറ്റൊരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അപ് ടു 10 ഇയേഴ്സോളം നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. മെൻസ്ട്രൽ കപ്പ് മെഡിക്കൽ ഗ്രേഡ് സിൽക്കൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സേഫ്റ്റി യൂസ് ആണ്. ഒരു ഇറിറ്റേഷനോ ഇച്ചിങ്ങോ ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് മെയിൻ ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പാക്കറ്റിലാണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനുള്ള കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഥവാ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ബാഗ്, ഇങ്ങനത്തെ ഒരു ബാഗ് വരുന്നുണ്ട്. നമുക്ക് ഈ പാക്കറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ഈ ബാഗിൽ തന്നെ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കുറച്ച് വലുതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മീഡിയം ആണെന്ന്, കണ്ടോ? ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഒട്ടും കട്ടിയുള്ള ടൈപ്പ് ഒരു തരം സിലിക്കൺ അല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. പോരാത്തതിന് ഏറ്റവും ആ താഴ്വശം നോക്കുകയാണെങ്കിൽ ഒരു തരം ഗ്രിപ്പ് ഉണ്ട്. നമുക്ക് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. കണ്ടോ? നമ്മൾ കയ്യിൽ നിന്ന് പിടിക്കുമ്പോൾ ഇത് വഴുതി പോയില്ല. ഇത് 100% സേഫ്റ്റി യൂസ് ആണ്. അത്രയും ഹൈ ഗ്രേഡ് ആയിട്ടുള്ള സിലിക്കൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ് ടു 12 അവേഴ്സാണ് നമുക്ക് ലീക്കേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അപ് ടു 12 അവേഴ്സ് നമുക്ക് യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ബാഡ്മിന്റൺ കളിക്കുന്നവർക്ക് അതാവാം, ഓടി കളിക്കാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഫുൾ ലീക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ആദ്യം തന്നെ ഇത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഒരു 5 മിനിറ്റ്സ് ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് ബോയിൽ ചെയ്യണം കേട്ടോ. ഇങ്ങനെ വെട്ടി തിളപ്പിക്കുക, നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് വെക്കണം. അതിലത്തെ ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഇന്റിമേറ്റ് ഏരിയയിൽ യൂസ് ചെയ്യുമ്പോൾ അത്ര സേഫ് ആയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോയിൽ ചെയ്തതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ആ സംഭവം എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇന്റിമേറ്റ് ഏരിയ നല്ലോണം വാഷ് ചെയ്യുക. അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് ഒന്നുകൂടെ വാഷ് ചെയ്യുക. നമ്മുടെ കൈയും നന്നായിട്ട് വാഷ് ചെയ്യുക. നമുക്ക് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. അതായത് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 2 ഷേപ്പിൽ വെക്കാം. അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം ഒരു യു ഷേപ്പിൽ. അടുത്തത് വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാം. ഇതാവുമ്പോൾ എന്ന് വെച്ചാൽ കണ്ടോ, ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ഇത് നമുക്ക് ഈസിലി ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോപ്പ് സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ഇത് അടഞ്ഞിട്ടല്ലേ എടുക്കുക, അപ്പൊ തുറക്കുമ്പോൾ ഒരു പോപ്പ് സൗണ്ട് കണ്ടോ, ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് ഓപ്പൺ ആയി എന്നുള്ളത്. ഓക്കെ, 45 ഡിഗ്രി ആംഗിളിൽ വേണം നമ്മളൊന്ന് നിന്നിട്ട് ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കംഫർട്ടബിൾ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കംപ്ലീറ്റ് തീർന്നു എന്നർത്ഥം. അതായത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ്സ് ഡൺ. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ് ടു 12 hours അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഒരു പ്രിക്വേഷൻ പോലെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപും നമ്മളുടെ ഇന്റിമേറ്റ് ഏരിയ വാഷ് ചെയ്തിരിക്കണം. അത് പ്രിക്വേഷൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ. നമുക്ക് ഇനി ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ എന്നിട്ട് വേഗം തന്നെ കുളിക്കാൻ പോയി. കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇന്ന് തന്നെ പോയി സെറ്റ് ചെയ്തത്. അപ്പോൾ വേഗം പോയി കുളിച്ചിട്ട് വന്നു. ഇടാൻ വീഡിയോയ്ക്കുള്ള ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഫുൾ ശേഷം ഡ്രസ്സ് വീട്ടിലിടുന്നതാക്കാലോ വിചാരിച്ചു. മുടിയാണെങ്കിൽ ഇന്ന് പെട്ടെന്ന് ഉണങ്ങിയിട്ട്, പക്ഷേ ഒരു മുരുമുരുപ്പുണ്ട്. എൻ്റെ മുടി കണ്ടാൽ എന്തോ മാതിരി ഉണ്ട്, നനയാത്ത പോലെ ഉണ്ട്. പക്ഷേ ഭയങ്കര ഡ്രൈ ആയിരുന്നു മുടി മൊത്തത്തിൽ. അത് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മുടിയിൽ വെള്ളം നനച്ചാൽ വേഗം ഉണങ്ങും. പക്ഷെ ഉള്ളൊന്നും ഉണങ്ങിയിട്ടില്ല, ഈ പുറം ഭാഗം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ആക്ച്വലി ഞാൻ വിഷുവിന് ഇടാൻ പോകുന്നതിൻ്റെ ഡ്രസ്സ് കേട്ടോ. വീഡിയോയിൽ എന്തായാലും കാണിച്ചോ, കുഴപ്പമില്ല. എന്തായാലും മേക്കപ്പ് വീഡിയോ എടുക്കുമ്പോൾ ഇതാണ് ഇടാമെന്ന് വിചാരിച്ചത് ആദ്യം. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വരികയാണിത്. വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം ഡിലീറ്റ് ചെയ്തു, സ്റ്റോറേജ് അത്രയും പ്രശ്നമായിട്ട്. അപ്പോൾ വേഗം മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചു, അല്ലെങ്കിൽ എനിക്ക് പിന്നെ മടിയായിട്ട് അവിടെ കിടക്കും. ഞാൻ ഡ്രസ്സോ കാര്യങ്ങളോ കമ്മലോ ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഹെയർ സ്റ്റൈൽ മാത്രം ഒന്ന് മാറ്റി. എനിക്ക് റീൽസ് എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ അതും അങ്ങോട്ട് സെറ്റായില്ല, കാരണം സ്റ്റോറേജിൻ്റെ സീനായി. ഞാൻ വേറെ മാറ്റാൻ നോക്കി. ഇനിയിപ്പോൾ ഏതെങ്കിലും ഐഫോൺ യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറേജിൻ്റെ പ്രശ്നം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അതിനുള്ള സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഓരോ സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര രസമാണ്, പക്ഷെ തിരിച്ചെടുത്ത് വെക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഞാൻ 3-4 കമ്മൽ ഇങ്ങനെ ഒരു പെട്ടിയിലാക്കിയിട്ട് ഹാളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സാധനങ്ങൾ കൊണ്ടുകൊണ്ടാകുമ്പോൾ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന പോലെ. സത്യം പറഞ്ഞാൽ ഹാളിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ കൊടുത്തത്, ഡൈനിങ് ഹാളിൽ. അപ്പോൾ സാധനങ്ങളൊക്കെ വൃത്തിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് തിരിച്ചെടുത്ത് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഓരോ ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്മലൊക്കെ അതിൻ്റേതായ പെട്ടികളിലാക്കിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഈ പണ്ട് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ, മീഷോന്ന് എന്തോ 4 വർഷം മുമ്പ് എന്തോ വാങ്ങിയതായിരുന്നു. അപ്പോൾ അതൊക്കെ അതിലേക്ക് തിരിച്ചിട്ടു. കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ലൈറ്റിന് വേണ്ടിയിട്ട് ഞാനവിടെ ജനലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ജനലിൻ്റെ പുറത്ത് കുറേ ഡ്രസ്സുകൾ കാണാം. അമ്മ നല്ല വെയിലുള്ളതുകൊണ്ട് രാവിലെ തന്നെ ഒക്കെ തിരുമ്പി ഉണക്കായിട്ടിട്ടുണ്ട് കേട്ടോ, അവിടെ തോരട്ടിട്ടുണ്ട് ഡ്രസ്സൊക്കെ. അങ്ങനെ ഫുൾ ജനല തുറന്നതൊന്ന് വേഗം അടച്ചിട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പൂച്ച കയറും. സാധാരണ അവിടെ ഒരു ജനലെങ്കിലൊക്കെ തുറന്നിടാറുള്ളത്, ഇടയ്ക്ക് ഇപ്പോൾ പൂച്ച കയറുന്നതുകൊണ്ട് അത് ഫുൾ അടച്ചിടുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ.